ഇതൊന്ന് തീരട്ടെ. ഈ GTA ഒന്ന് 2 ആഴ്ച കളിച്ചിട്ട് ഞാൻ ഒരു ബ്രേക്ക് എടുക്കും. എന്നിട്ട് ഞാൻ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല? അയ്യോ അയ്യോ, ഒരു മിനിറ്റ്. ഇതെന്താ സൗണ്ട് എന്തായത്? ബ്രോ കേൾക്കുന്നുണ്ടോ? ഇല്ല, ആരും കേൾക്കുന്നില്ല. ഒരു ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് കയറാം. റേഡിയോ കയറാം. എലി. ആരാ എലി? എലിയാണോ അത്? ഇതെന്താ ഇത് ഇങ്ങനെയല്ല? ഒരു മിനിറ്റ്. അയ്യോ, ഒരു മിനിറ്റ്. എലീനെ മീറ്റ്. എലിയാണോ അത്? ഞാൻ എത്ര കാലം എലീനെ കാത്തിക്കുന്ന. ഒരു മിനിറ്റ്. എലീനെ മീറ്റ് ചെയ്യാം. അയ്യോ മെയ്ക്ക്, ഞാൻ ഇതിങ്ങനെ ആക്കിയാലേ സംസാരിക്കാൻ പറ്റും. ഞാനത് മറന്നുപോയി. ഞാനെന്തൊരു മണ്ടനാണ്. എലീനെ മീറ്റ് ചെയ്യാം. എലീനെ മീറ്റ് ചെയ്യാം. എടാ ക്യാമറ, എനിക്കിത് പറഞ്ഞു മടുത്ത്. ഇത് ഒരിക്കലും ഇത് മാറാൻ പോകുന്നില്ല. ഇതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ആവുന്നാന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എനിക്ക് കേൾക്കും. ഇത് എൻ്റെ പ്രശ്നമാണ്. ഞാൻ ഇത് താക്കണം. ഇത് താത്ത് കഴിഞ്ഞാൽ മാത്രമേ സൗണ്ട് വരും. ഞാനത് ഓർത്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇത് കണക്റ്റ് ആകണ്ടെന്ന്. അയ്യടി ഒന്ന് പോയാട്ടെ. എടാ അയ്യടി അല്ല, ഇത് മറവിയാണ്. ഇത് മറവീൻ്റെ രോഗമാണ്. ഇത് മറവീൻ്റെ, അത് വേറൊന്നുമല്ല. എലീനെ മീറ്റ് ചെയ്യാം. നിൽക്ക്. എന്താന്ന് അയ്യടി ഒന്ന് പറയല്ലേ? എന്താണിത്? സ്ക്രീൻ കുറച്ച് ചെറുതാക്കാം. ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ. പത്താരിക്ക ഓൾഡ് ക്യാം എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാമാണ്. അതാണ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നതില്ല. അപ്പോൾ അതിൽ ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓന് അത് കഴിയുമ്പോൾക്ക് നമുക്ക് ഇതാക്കാം. അതെന്ന് പറഞ്ഞാൽ നല്ല വൈഡ്. എനിക്ക് അതിലാണ് ഭയങ്കര കോൺഫിഡൻസും ഇത് പവറെല്ലാം വരുന്നത്. പിന്നെ തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, വേറെ കുഴപ്പമില്ല. ഷെയ്ക്ക് വിളിക്കുന്നുണ്ടേ. ഷെയ്ക്കാ പറ. ഞാൻ കയറി. സിറ്റിയിലെത്തി. അതെ. മീറ്റിംഗ് ഇപ്പൊ ഒരു 5 മിനിറ്റിൽ വിളിക്കാം. കാസ്ട്രോ ഒന്ന് കാണണം. കാസ്ട്രോ കൊറേ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ സിറ്റിയില് ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. KV എല്ലാരേറ്റും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് പോയാലോ? ഓക്കെ, കാണാം. ഓക്കെ, ലെറ്റ്സ് മീറ്റ് കാസ്ട്രോ. അല്ല, എലീനെ മീറ്റ് ചെയ്യണോ? ഇന്ന് കുറേ എന്തെല്ലോ ആരെല്ലാം ഉണ്ടല്ലോ. നോക്കാം. മോഡാക്കോ ഷെമീർ? മോഡാക്കലൊന്നും എനിക്ക് അറിയില്ലടാ. ഇത് ആരോ 1-2 ആളാണ് എൻ്റെ ചെയ്യല്. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വല്ല അറിവില്ലടാ. ഞാൻ ശരിക്കും പറഞ്ഞ ഐഡിയ, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വല്ല അറിവില്ല. ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ, എനിക്ക് കേൾക്കും. എലീനെ മീറ്റ് ചെയ്യാം. ഹലോ കേൾക്കുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്നു. അവരെന്തോ സംസാരിച്ചോണ്ട് അതിന്റെ ഇടക്ക് നമുക്ക് പോകാൻ പറ്റുമോ? ട്രെൻഡിങ് നമ്പർ 1. ട്രെൻഡിങ്ങാ? എന്താ ബ്രോ? കേൾക്കുന്നില്ലേ? ഓക്കെ. അങ്കെ എലീന ഒന്ന് മീറ്റ് ചെയ്യണമായിരുന്നു. എലീന ഇസ്മായിലിന്റെ അടുക്ക്. ഇസ്മായിലിന്റെ നമുക്ക് അത് അവിടുന്ന് ചർച്ച ചെയ്യാം. എങ്ങനെ? വിളിക്കാം. ഓക്കെ. ഓക്കെ. എലീനെ മീറ്റ് ചെയ്യാം. എടുക്കാം. അവിടെ നിങ്ങളിങ്ങനെ എന്തെല്ലാം സ്പാം ചെയ്യല്ലേ? ഞാൻ ഒരു കാര്യം പറയല്ലേ, എന്തെല്ലാം സ്പാം ചെയ്യല്ലേ? ഒന്ന് വെയിറ്റ് ആക്കും. എന്തെല്ലാം സ്പാം ചെയ്യല്ല. വാസുണ്ണനെ കാണാം. എല്ലാവരെയും കാണാം. ഒന്ന് വെയിറ്റ് ആക്കുക. നിങ്ങൾ കുറച്ച് സമാധാനം എന്താ ഇങ്ങനെ സ്പാം ചെയ്തുകൊണ്ട്? ഇപ്പം 5 കാര്യമാണ് നിങ്ങൾ ഒരുമിച്ച് സ്പാം ചെയ്യുന്നത്. ഈ 5 കാര്യം ഞാൻ അങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. മെല്ലെ ഇത് ചെയ്യാൻ പറ്റും. ആദ്യം എലീനെ കണ്ട്, പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ്, പിന്നെ അണ്ണനെ കണ്ട്, കാസ്ട്രോനെ കണ്ട്, ഇതെല്ലാം അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ചെയ്യും ഗൈസ്? ഒന്ന് സമാധാനിക്കുക. എല്ലാം ചെയ്യാം പ്ലീസ്. റേഡിയോ വരട്ടെ. ഹലോ
ആ ആ എല്ലാവരും ഒരു മിനിറ്റ്. ആ ഹലോ, എല്ലാവരും ഒരു 5 മിനിറ്റിനുള്ളിൽ ഗ്യാങ് ഹൗസിലേക്ക് എത്തണ്ടേന്ന് മീറ്റിംഗ് ഉണ്ട് എല്ലാവരും. പിന്നെ കമ്പൽസറി ആയിട്ട് എല്ലാവരും യൂണിഫോം ഇട്ടിരിക്കണം. യൂണിഫോം ഇടാത്ത ഒറ്റൊരുത്തനും അതിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറരുത്. ഓക്കെ? ആ യൂണിഫോം ഇല്ലാത്തവനെ പിടിച്ച് പുറത്താക്കിയേ ആരായാലും. ആ ഇവിടെ 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 ഹായ് എലി. എന്റെ പേര് ഷമീർ. സർബത്ത് ഉണ്ടാക്കലില്ല. ഇല്ല ഇപ്പൊ തൽക്കാലം. അതെ ബ്രോ, എന്ത് ചെയ്യാൻ, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു പണ്ടാരടങ്ങാൻ വേണ്ടിട്ട്. എന്താ അതിനുശേഷം എനിക്കൊരു സ്വസ്ഥതയും സമാധാനം, ജട്ടിക്കേസ് വരെ ഞാൻ ഞാൻ ഒരു മിന്നായം പോലെ കേട്ടു. പിന്നെ നിങ്ങളെ പ്രൈവസി എല്ലാം വിചാരിച്ച് ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു. ബ്രോ ഞാൻ പറഞ്ഞുതരാം, ഇവക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവന്റെ ജട്ടി കഴിയുന്നത് ഇവളാണ് അവന്റെ ജട്ടി കഴിയുന്നത്. ഇവളെ ബോയ് ഫ്രണ്ടിന്റെ ജട്ടി ഇവളാ? അതെ. അയ്യേ, ഒരു ജട്ടി തന്നെ എല്ലാ ദിവസവും വന്നിടോ? എന്റെ ഡെയിലി ആ ജട്ടി തന്നെ ഇടും. ഓ വാറുള്ളതോ? അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അങ്ങ് നടക്കും. ആ ഓക്കെ അല്ലല്ലോ. ആ ഓക്കെ അല്ല, ഞാൻ ജട്ടിന്ന് കേട്ടാൽ ഞാൻ കുറച്ച് അല്ലല്ല പോവല്ല. അല്ല ഞാൻ ജട്ടിന്ന് കേട്ടാൽ ഞാൻ കുറച്ച് ഇതായി പോയി, ഇൻട്രസ്റ്റഡ് ആയി പോയി. അല്ല ജട്ടിയായിട്ട് എനിക്ക് ഒരു ഭയങ്കര ബന്ധമുണ്ട്, അതുകൊണ്ടാ. ഞാനല്ല, എന്റെ അച്ഛൻ പണ്ട് ജട്ടി കച്ചവടമായിരുന്നു, അങ്ങനെയാ തന്നെ വളർത്തിയത്. അതെ, അങ്ങനെ ഒരു ജട്ടി മരണത്തില് മരിച്ചുപോയി. അല്ല ജട്ടി മരണം എന്ന് പറഞ്ഞാൽ ബോട്ട് ജട്ടി മരണം അങ്ങനെ. ആ അല്ല അപ്പൊ എലീന്റെ ബോയ് ഫ്രണ്ട് ആരാ? എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല, ഞാൻ സിംഗിൾ ആണ് ബ്രോ. എന്റെ പൊന്നു ഉറപ്പിക്കല്ലേ ബോയ് ഫ്രണ്ടിന്റെ കാര്യം. എനിക്കൊരു എക്സ് ഉണ്ടായിരുന്നു. എക്സിനോട് സംസാരിച്ച് ശബരിമലയ്ക്ക് പോവാൻ മാലയിട്ടിട്ട് നിൽക്കുന്ന, അല്ലായിരുന്നെങ്കിൽ എന്റെ വായിരിക്കുന്നൊക്കെ അയാള് കേട്ടാണ് എന്നെ കൊണ്ട് കൺട്രോൾ. അയാളെ പേരെന്താ? എനിക്ക് താല്പര്യമില്ല ബ്രോ. ഓക്കെ, അപ്പൊ ഇവർക്ക് ആരാ? ഫ്രണ്ട്സ് ആണോ? അലീന, ഇത് ദേവകുട്ടി. വൈസ് പ്രിൻസിപ്പൾ ആണ്, ഞാൻ പ്രിൻസിപ്പൾ ആണ് സ്കൂളിന്റെ. ആണോ? എന്റെ പേര് MRC ഷമീർ. ഞാന് അങ്ങനെ പണിയൊന്നുമില്ല, ഇങ്ങനെ വെറുതെ ചുമ്മാ ഇങ്ങനെ നടക്കലാ. അല്ലല്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാൻ സിംഗിളാ. അല്ല എനിക്ക് എന്റെ സങ്കല്പത്തിലുള്ളൊരു പെണ്ണിനെ കിട്ടില്ല. എന്റെ സങ്കല്പം എന്ന് പറഞ്ഞാല് എലീനെല്ലാം പോലത്തെ ഒരു പെൺകുട്ടിയാന്ന്. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ ഒരു സംസാരം ഇതെല്ലാം ആയിട്ടുള്ളൊരു ഇതായിട്ടുള്ള. അല്ല നടക്കാനല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതാ. എലീന്റെ നമ്പർ ഒന്ന് തരുമോ എലി? എന്റെ നമ്പർ തരാം ബ്രോ. എനിക്ക് പക്ഷെ എനിക്കിനി ഒരു ബോയ് ഫ്രണ്ടിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അല്ല ബോയ് ഫ്രണ്ട് അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കണ്ട, പെട്ടെന്ന് അങ്ങനെ തീരുമാനിക്കണ്ട. ഒരു മിനിറ്റ്. ആ നമ്പർ കിട്ടി. എന്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്യട്ടെ. ആ ഷമീർ ബ്രോ അല്ല, ബ്രോന്ന് വിളിക്കണ്ട കേട്ടോ. അതെന്തോ നമുക്ക് ഒരു ഹേർട്ട് ആവുന്നുണ്ട് ബ്രോന്ന് വിളിക്കുമ്പോ. ആ ഷമീന്ന് വിളിച്ചോ. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ പരിപാടി? ഇന്നത്തെ പരിപാടി എന്താ? ബോയ് ഫ്രണ്ടിനെ വിളിക്കോ? ഞാൻ വേണേ സംസാരിക്കാം. ഒന്ന് വിളിച്ചാ ഞാൻ സംസാരിക്കാം. അയ്യോ, ഈ നമ്പർ എനിക്ക് അറിയാലോ. ഓക്കെ, അപ്പൊ ആരാ ഇന്ന് ബോയ് ഫ്രണ്ട് അല്ല ഗേൾ ഫ്രണ്ട്? എലിയല്ലേ? ആ ഓക്കെ, ആ സ്പീക്കർ ഇടാം. അല്ലല്ല, കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണമല്ലോ. ഹലോ വാസുണ്ണ, നിങ്ങളെ ഗേൾ ഫ്രണ്ട് എന്റെ മുമ്പിലുണ്ട്. എലി എക്സ്. ആ സ്പീക്കർ ഇടാം. ആ അതെ എക്സ്. എലി നിന്നെ കാണുന്ന തന്നെ വെറുപ്പാന്നാ പറയുന്നത് മൂപ്പറ്. ഇവക്ക് എന്നാ ഞാൻ മാറിയിക്കാം. സൗണ്ട് കേൾക്കാൻ പോലും താല്പര്യമില്ലാന്നാ പറയുന്നത്. അതെന്താ അത്ര? അല്ല വാസുണ്ണ, നിങ്ങൾ തമ്മിൽ എന്താ ശരിക്കും എന്താ പ്രശ്നം? എനിക്ക് അതിന്റെ മോൻ കാണുന്നത് എനിക്ക് കഴിയാ. സൗണ്ട് കേൾക്കുന്നത് ഇഷ്ടമല്ല, മോൻ കാണാൻ താല്പര്യമില്ല ഷമീറെ. അല്ല നല്ലൊരു കുട്ടിയാണല്ലോ കാണുമ്പോ. പുറത്തുനിന്ന് കാണും, മിന്നുന്നതല്ല പൊന്നല്ലാതെ കേട്ടിട്ടില്ലേ? ഓ അപ്പൊ ആള് അത്ര വെടിപ്പല്ലേ? അത്ര നല്ല, ഒട്ടും വെടിപ്പല്ല.
ഓ ആള് കച്ചറയാ. വെറും ഈ അപ്പി കേസ് തീട്ട കേസ് എന്നൊക്കെ ആ പറയുന്നത്. എന്നോട് ഇപ്പൊ ഷഡ്ഡി കേസ് പറഞ്ഞു. ഷഡ്ഡി കേസ് ഇപ്പൊ എന്നോട് പറഞ്ഞു. അതാ ഇവിടെ പറഞ്ഞ ഇവക്ക് ഇതൊക്കെയാണ് വയറിളക്കം, തീട്ടം, അതെ, അപ്പി, അതെ. കണ്ടി. അതെ എന്നോട് ഇപ്പൊ പറഞ്ഞ ഒരു ഷഡ്ഡി മാത്രമേ ഇട്ടിട്ട് പോവാറുള്ളൂ. അത് വാറിന് മാത്രമേ ഷഡ്ഡി ഇടൂ, അല്ലെങ്കിൽ മൊത്തം ഫ്രീ ആയിട്ട് നടക്കുന്നല്ല പറഞ്ഞ. ഓ അത് സോറി അത് ചന്ദ്രനെ കേട്ടോ, അത് ചന്ദ്രനെ മാറിപ്പോയി, ആള് മാറിപ്പോയി. ആ അത് ചന്ദ്രൻ. സ്വാമി ശരണേ. അയ്യോ സോറി അണ്ണാ, ഒന്ന് മീറ്റ് ചെയ്യാ കുറച്ച് കഴിഞ്ഞിട്ട്. ഞാനൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ശരി ബൈ. അല്ല എലി, ഹലോ എലി. ഷെമി പറഞ്ഞു. അല്ല ഇത് മൂപ്പർ പറയുന്നത് നിന്നെ കണ്ണെടുത്താ കണ്ടൂടാ, നീ മൊത്തം തീട്ടാന്നല്ല പറയുന്നത്. അത്രയും ഭയങ്കര പുള്ളിയുണ്ടല്ലേ, പുള്ളിക്ക് ഇപ്പൊ എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്ന് അറിയാം? മൂന്നെണ്ണം. നമ്മൾ വിളിക്കുന്ന ഞങ്ങൾ എന്താ വിളിക്കുന്നത് അറിയാം? കോഴീന്നാ വിളിക്കുന്നത് ഞങ്ങളെല്ലാരും, ഞങ്ങളുടെ ഗ്യാങ്ങിലൊക്കെ. നീ വിളിക്കും. അല്ല മൂപ്പര് ആളൊരു അടിപൊളി ആളല്ലേ? അടിപൊളിയൊക്കെ ആണ് ബ്രോ, പുള്ളി ഇച്ചിരി അടിപൊളിയാണ്, അതാണ് പ്രശ്നം. അപ്പൊ നിങ്ങക്കിപ്പോ നിങ്ങൾ എത്ര കാലായി ബ്രേക്കപ്പ് ആയിട്ട്? എത്ര കാലായി? നമ്മളിങ്ങനെ ബ്രേക്കപ്പ് കഴിഞ്ഞ 1 വർഷമായി ഇങ്ങനെ ബ്രേക്കപ്പ് ആവും, പാച്ചപ്പ് ആവും, ബ്രേക്കപ്പ് ആവും, പാച്ചപ്പ് ആവും. ഇപ്പൊ പുള്ളി ബ്രേക്കപ്പ് ആയി. ഓക്കെ ഇനി പാച്ചപ്പ് ആവൂലല്ലോ? അപ്പൊ ഒരു സ്ലോട്ട് ആഡ് ഉണ്ടല്ലോ. ആ ഓക്കെ അപ്പൊ ഒരു സ്ലോട്ട് ഉണ്ട്. എന്റെ ഒരു തീട്ട സ്വഭാവത്തിന് അങ്ക് എലി എന്തോ മാച്ചാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല അങ്ങനല്ല, അല്ല പറയുന്ന കേക്കണ്ട. വാസണ്ണൻ വന്നിട്ട് എലിന്നൊന്ന് വിളിക്കുമ്പോഴത്തേക്കും വീണ്ടും പാച്ചപ്പ് ആവും. അതുകൊണ്ട് അത് കേക്കണ്ട. ആണോ? നിങ്ങൾ അങ്ങനെയാണോ? അങ്ങനെ ഇത് അങ്ങനെയാ ബ്രോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കുറച്ച് സിൻസിയർ ആയിട്ട് ലവ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെ വേറെ ഒരാളെ കാണുമ്പോൾ പോകുന്ന പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ മൃദുല ഹൃദയാണ്, ചിലപ്പോൾ ഞാൻ വീട് പോകും വീണ്ടും. അയ്യോ അങ്ങനെ വീഴല്ല, ഒരു കുറച്ചു കാലത്തേക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിക്ക്. എന്തിന്? ഒന്നിനുമല്ല, ചുമ്മാ. കാരണം നമുക്കിത് മൊത്തത്തിൽ നോക്കാലോ. ഇത് എത്ര കാലം മൂപ്പർ ബാക്കിന്ന് വരുമോ ഇല്ലയോ നമുക്ക് അറിയണ്ടേ. മൂപ്പര് ബാക്കിന്ന് വരാനൊന്നും പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് പുള്ളി പോകത്തില്ല ബ്രോ. കുറച്ച് എത്ര കാലത്തേക്കായിരിക്കും ഇത് പോവാണ്ട് നിക്കാ? പറയാൻ അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിപ്പോ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോ മാറും. ഇപ്പൊ ഷെമീന് പെണ്ണിന് അഗാധമായ പ്രണയമായിരുന്നു. ആയിരുന്നു. എക്സാമ്പിൾ താര. കൂടെ പോയി. അല്ല എക്സാമ്പിള് താര എക്സ് അത് പോയി, അത് കഴിഞ്ഞു. ആ അല്ലല്ല അങ്ങനെ ആരുമില്ല. പറഞ്ഞോ അതെ കൊമ്പിയൊന്നുമില്ല. പറഞ്ഞോ. ആ അപ്പൊ ഷെമിക്ക് ആ പെണ്ണിനെ മനസ്സിൽ നിന്ന് കളയാൻ പറ്റുന്നില്ല. അപ്പൊ ഷെമി എടുത്ത് ഇപ്പൊ ഞാൻ വന്നിട്ട് പറയാം, ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു കോഴിയാ, നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അല്ല അങ്ങനല്ല, ഞാൻ ലോയലാണ്. അല്ല ഞാൻ ഒരു ലോയലായ കോഴിയാന്ന് ഞാൻ. അങ്ങനത്തെ എന്താ പറയാ, ഒരാളെ പ്രണയിച്ചാൽ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാണ്ട് അവർ പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അതിൽ ബ്രേക്കപ്പ് ആവില്ല. ഞാൻ പെട്ടെന്ന് അടുത്ത ആളെ പിടിക്കും. ഓ അതന്നെയാണ് ഇതിന്റെ അർത്ഥം. ഇത് തന്നെയാണ് പുള്ളിയും ചെയ്തത്. വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പുള്ളി ഒന്നല്ല 2 പേരുമായിട്ട് അത്രേ ഉള്ളൂ. ആണോ? അപ്പൊ ഷെമി കുറച്ചും ഹാർഡായിട്ട് എന്റെ ഹാർട്ടിൽ ഞാനിത് സംഭവം പറയുന്നത് ഹാർട്ടില് ആ പുള്ളി ഇരിപ്പുണ്ട് ഇപ്പോഴും. അതൊന്നും നമ്മുടെ എടുത്ത് അത് നമുക്ക് മാറ്റാം. അത് നമുക്ക് സർജറി ചെയ്ത് മാറ്റാം. അത് ഞാൻ മാറ്റി തന്നോളാം. അതൊന്നും കുഴപ്പമില്ല. അല്ല ഈ ചന്ദ്രന്റെ ആണോ കുട്ടി ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ? ചന്ദ്രന്റെ തീട്ട കേസ്? അല്ല സോറി, എന്ത് കേസായിരുന്നു? ചന്ദ്രന്റെയാണ് ജെട്ടി കേസ്. അത് വേറെ ആരും ഇനി പറയാം. ചന്ദ്രനെ ഒന്ന് കോൾ ചെയ്ത് ഞാൻ സംസാരിച്ചോട്ടെ അതിന്റെ കാര്യം. അല്ല അവ സംസാരിക്കട്ടെ. അല്ല നമുക്ക് അറിയണല്ലോ എന്താന്ന് സംഭവം എന്നുള്ള അറിയണ്ടേ. അല്ല ചന്ദ്രൻ എന്റെ ഫ്രണ്ടാ. അപ്പൊ ചന്ദ്രൻ ഇങ്ങനെ ഒരു ചെട്ടി ഇട്ടിട്ടാണോ നടക്കല് എന്നുള്ള കാര്യം അത് ഭയങ്കര അനക്കെന്തോ ഒരു ഡിപ്രഷൻ ആയി പോയി. കാരണം ചന്ദ്രന്റെ വൈഫാരാ? അല്ല ചന്ദ്രൻ അറിഞ്ഞ പ്രശ്നമല്ലേ, അപ്പൊ വിളിക്കണ്ട. അല്ല ചന്ദ്രൻ അപ്പൊ ഇതെങ്ങനെയാന്ന് ഒരു ഷെഡ് ഇട്ടിട്ട് ഡെയിലി നടക്കൂ? അല്ലടാ അതിപ്പോ ഈ ചന്ദ്രനെ വിളിച്ച് ചോദിച്ച ചന്ദ്രൻ വിചാരിച്ചില്ല ഇതിപ്പോ എല്ലാരോടും പറഞ്ഞെടുക്കുന്നേ. അല്ല എന്നോട് സീക്രട്ട് ആയിട്ട് പറഞ്ഞെന്ന് ഞാൻ പറയാം. എടാ അത് നീ അത് നീ ഇപ്പൊ ചന്ദ്രന്റെ അടുത്ത് പറഞ്ഞു ചന്ദ്ര അലീനെ തെറ്റിദ്ധരിക്കത്തില്ലേ? അപ്പൊ അത് പറയണ്ട. ഒരു കുടുംബം തെറ്റുന്നേ ആലോചിച്ച് നോക്കേ. ഓക്കെ എന്നാ പിന്നെ അത് വേണ്ട. ചന്ദ്രന്റെ ഫേവറേറ്റ് ജെട്ടിനെ കുറിച്ച് ചോദിക്കാം. ഒരു മിനിറ്റ്, ജെട്ടിനെ കുറിച്ച് ചോദിക്കാം. വിളിക്കട്ടെ. സിറ്റിയിലുണ്ട്. വിളിക്കട്ടെ.
ചന്ദ്രൻ 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 0471 ആ number. കിട്ടുന്നില്ല, ചന്ദ്രനെ കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ ഞാനേ എനിക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ അത് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. പോയിട്ട്.